DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 14 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമായി മണ്ണെണ്ണ സബ്സിഡിയിൽ വർധന പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ലിറ്ററിന് 25 രൂപയായിരുന്ന സബ്സിഡി 50 രൂപയാക്കി. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി മണ്ണെണ്ണ സബ്സിഡിയിൽ മാറ്റം വരുത്തിയിട്ടില്ലാത്ത സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. മത്സ്യഫെഡ് വഴി തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിനായി അനുവദിക്കുന്ന മണ്ണെണ്ണക്കാണ് അധിക ആനുകൂല്യം ലഭ്യമാകുക. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പവന് 760 രൂപയാണ് കുറഞ്ഞത്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 1,17,080 രൂപയാണ്. ഗ്രാമിന് 95 രൂപയാണ് കുറഞ്ഞത്. 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില 14,635 രൂപയാണ്. ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് സ്വർണ്ണവില ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അടുത്തറിയിപ്പ്, സംസ്ഥാന സർക്കാരിന്റെ ഇ-മൊബിലിറ്റി പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി ഇലക്ട്രിക് പാസഞ്ചർ ഓട്ടോറിക്ഷകൾക്ക് 30,000 രൂപ സബ്സിഡി നൽകുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുന്ന ആദ്യത്തെ 1000 പേർക്കാണ് സബ്സിഡി ലഭിക്കുക. ഇതിൽ 500 എണ്ണം മാർച്ച് 15 മുൻപ് അപേക്ഷിക്കുന്ന വനിതകൾക്ക് നൽകും. നിശ്ചിത സമയപരിധിക്കുള്ളിൽ വനിതകളിൽ നിന്ന് അപേക്ഷ ലഭിച്ചില്ലെങ്കിൽ ഇത് പൊതുവിഭാഗത്തിലേക്ക് മാറ്റും. അപേക്ഷ സമർപ്പിക്കാൻ transportservices.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്തറിയിപ്പ്, പ്രവാസി കേരളീയർക്ക് 1 കോടി രൂപയുടെ സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുമായി നോർക്ക എത്തിയിരിക്കുകയാണ്. 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടെ 1 കോടി രൂപ വരെ ലഭ്യമാകുന്നതാണ് പദ്ധതി. നോർക്ക കെയറിന്റെ 2ാം ഘട്ട എൻറോൾമെന്റും പരിഷ്കരിച്ച നോർക്ക കെയർ പ്ലസ് പദ്ധതിയും കഴിഞ്ഞ ദിവസം ആരംഭിച്ചിട്ടുണ്ട്. 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം, 50 ലക്ഷം, 1 കോടി എന്നിങ്ങനെയുള്ള 7 വിവിധ സ്ലാബുകളിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്നതാണ് നോർക്ക കെയർ പ്ലസ് പദ്ധതി. 18 മുതൽ 70 വയസ്സ് വരെയുള്ള സാധുവായ നോർക്ക പ്രവാസി ഐഡിയോ, സ്റ്റുഡന്റ് ഐഡിയോ, NRK ഐഡിയോ ഉള്ള പ്രവാസി കേരളീയർക്കാണ് എൻറോൾ ചെയ്യാനാകുക. കൂടുതൽ വിവരങ്ങൾക്ക് www.norcaroots.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്തറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡുവായ 2,000 രൂപ രാജ്യത്തെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുക വിതരണ ഉദ്ഘാടനം നിർവഹിച്ചത്. പണം അക്കൗണ്ടിൽ എത്തിയോ എന്നറിയാൻ PM കിസാന്റെ വെബ്സൈറ്റിലെ ബെനഫിഷ്യറി സ്റ്റാറ്റസ് വഴി പരിശോധിക്കാവുന്നതാണ്. DBT വഴി തുക കൈമാറുന്നതിനാൽ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളവർ ആധാർ ബന്ധിപ്പിച്ച എല്ലാ അക്കൗണ്ടുകളും പരിശോധിക്കേണ്ടതുണ്ട്. പണം ലഭിക്കാത്തവർ പ്രധാനമായും eKYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നും ആധാർ ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തിട്ടുണ്ടോ എന്നും ഉറപ്പുവരുത്തണം. കൂടാതെ ലാൻഡ് സീഡിംഗ് കൃത്യമാണോ എന്നും ആധാറിലെ പേരും അപേക്ഷയിലെ പേരും തമ്മിൽ അക്ഷരത്തെറ്റുകൾ ഉണ്ടോ എന്നുമൊക്കെ പരിശോധിക്കേണ്ടതാണ്. PM കിസാന്റെ വെബ്സൈറ്റിൽ കയറി സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും പിശകുകൾ കാണുന്നുണ്ടെങ്കിൽ കൃഷിഭവനുമായോ അക്ഷയ കേന്ദ്രവുമായോ ബന്ധപ്പെട്ട് അവ തിരുത്തേണ്ടതാണ്. എല്ലാ രേഖകളും കൃത്യമാണെങ്കിൽ വരും മണിക്കൂറുകളിൽ തന്നെ തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.